ഒരാത്മാവ് ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ ഒരു വ്യക്തിയിൽ വന്നാൽ എങ്ങനെയാണ് ആത്മാവ് ഉണ്ട് എന്ന് അറിയാൻ പറ്റുന്നത്? കർത്താവായ യേശുമിശിഹ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എനിക്കുള്ളവരാണെന്ന് എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പരസ്പരമുള്ള സ്നേഹവും ഐക്യത്തിലും തികഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ എൻ്റെ ജനമാണ് എന്ന്. നമ്മൾ തമ്മിലുള്ള സ്നേഹമാണ് ശരിക്കും ആത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം. പിന്നെ ആളുകൾക്ക് പ്രധാനമായിട്ട് ഇവിടെ വരുന്നവർക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇതിങ്ങനെ എല്ലാവരും ഇരുന്ന് കർത്താവിന് സ്തോത്രം, ക്രൂശിനെ ഓർത്ത് സ്തോത്രം, ഇത് തന്നെ ഇത്രയും പേര് പറയുന്നു. എന്താ, പഴയ ഏതോ പാട്ടുകൾ, നമ്മളൊന്നും കേട്ടില്ലാത്ത കുറെ പാട്ടുകൾ പാടുന്നു. ഇതെന്താ ഇവര് ചെയ്യുന്നതെന്നും ഒരു ഉണർവില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു അവസ്ഥ പല ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. ശരിക്കും ഈ ആരാധന എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അപ്പം നുറുക്കി വെച്ച് നമ്മൾ എല്ലാവരും ആ രക്ഷയെ ഓർത്ത് കർത്തൃമേശ മുമ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ സ്തോത്രം ചെയ്യുന്നത്. നാം നുറുക്കുന്ന അപ്പം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം. അപ്പൊ ആരൊക്കെയാ സ്തോത്രം ചെയ്യുന്നത്? നമ്മളാണ് സ്തോത്രം ചെയ്യുന്നത്, നമ്മളാണ് നുറുക്കുന്നത്. അപ്പൊ രാവിലെ ഇവിടെ വന്നപ്പോ തൊട്ട് നമ്മളെല്ലാവരും ഈ അപ്പവും പാനപാത്രവും മുമ്പിൽ ഒരുക്കി വെച്ച് കർത്താവിന്റെ രക്ഷയെ ഓർത്ത്, അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതിനെ ഓർത്ത് നമ്മൾ ദൈവാത്മാവ് അനുവദിക്കുന്നത് പോലെ നമ്മൾ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പുതിയ നിയമ ആരാധന യേശു ക്രിസ്തുവിന്റെ യാഗത്തെ അധിഷ്ഠിതമാക്കിയുള്ളതാണ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്നുള്ളതാണ് പുതിയ നിയമ യാഗത്തിന്റെ, പുതിയ നിയമ ആരാധനയുടെ അടിസ്ഥാനം. കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടെ കടന്നു വന്ന് കർത്താവ് നിനക്ക് സ്തോത്രം എന്ന് ധൈര്യമായിട്ട് പറയുവാൻ കഴിയുമായിരുന്നില്ല. നമ്മൾ തിരുസന്നിധിയിൽ പ്രവേശനമില്ലാത്ത പാപികളായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ യാഗത്തെ ഓർത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും ധൈര്യമായിട്ട് കടന്നു വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള കാരണം, അവന്റെ പുത്രന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാരണത്താലാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്പവും പാനപാത്രവും ഒരുക്കി വെച്ച് ആ രക്ഷ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. സാധാരണ പെന്തക്കോസ്റ്റൽ സഭകളിൽ അന്യഭാഷയാണ് ആത്മാവുണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ട് എടുക്കുന്നത്. നമ്മുടെ സഭയിലെ മൂപ്പന്മാരെല്ലാവരും അന്യഭാഷ പറയുന്നവരാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ എന്തായാലും അന്യഭാഷ പറയുന്ന ആളാണ്. മൂപ്പന്മാര് എല്ലാവരും തന്നെ അന്യഭാഷ പറയുന്നവരാണ്. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അന്യഭാഷയിൽ മാത്രം ഊന്നാതെ എല്ലാ കൃപാവരങ്ങളും വേണമെന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സഭയിൽ ഒരു പാസ്റ്റർ മാത്രമല്ല, ഉപദേഷ്ടാവ്, സുവിശേഷകൻ, ഇടയൻ, ഇങ്ങനെയുള്ള കൃപാവരങ്ങൾ, ഡീക്കൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കൃപാവരങ്ങൾ, ഇതൊന്നും കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല, ഇതെല്ലാം ആത്മാവ് തരുന്ന കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വരണമെന്നും അനേകം ശുശ്രൂഷകർ ഉണ്ടാകണമെന്നും സുവിശേഷകർ ഉണ്ടാകണമെന്നും മിഷണറിമാരുണ്ടാകണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. ഓരോ ശുശ്രൂഷയും സ്റ്റേജിൽ വരുമ്പോൾ അതെല്ലാം ആത്മാവിനാൽ നിർവഹിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ സഭയിൽ ആരാ പാസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും ഞാൻ പാസ്റ്ററാന്ന് വിചാരിക്കുന്നുണ്ട്. അത് കൃപാവരങ്ങളെ കുറിച്ച് ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ടാണ്. എനിക്കൊരു പാസ്റ്റർ ആകാനുള്ള കൃപാവരം ഇല്ല. കാരണം എനിക്ക് ഓർമ്മശക്തി വളരെ കുറവാണ്. ഞാൻ എവിടെ ഇരിക്കുന്നെന്ന് പോലും എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും കുറ്റബോധം തോന്നാറുണ്ട്. നമ്മുടെ ചർച്ചയുള്ള എല്ലാവരുടെയും നമ്പറോ അവരെവിടെയാണോ ഒന്നും അന്വേഷിച്ചാൽ എന്റെ തല നിൽക്കത്തില്ല. എന്റെ ഓർമ്മ എന്ന് പറയുന്നത് മിക്കവാറൊക്കെ വചനം മാത്രം മറന്നു പോകത്തേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ വളരെ പരിമിതമായ ഓർമ്മ എനിക്കുള്ളൂ. അപ്പൊ ഇവിടെ ഒരു വീട്ടിൽ കടന്നു ചെല്ലാനും ശുശ്രൂഷിക്കാനും അവരോട് ഇടപെടാനും ഒക്കെയുള്ള കൃപാവരങ്ങളുള്ളവരുണ്ട്. അപ്പൊ ഈ എന്റെ ബേസിക് കൃപാവരം എന്ന് പറഞ്ഞാൽ വചനം വ്യാഖ്യാനിക്കുക, പഠിപ്പിക്കുക എന്നുള്ളൊരു ഉപദേഷ്ടാവിന്റെ കൃപാവരമാണ് എന്ന് വിചാരിച്ച് എനിക്ക് ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ആളുകളില്ല എന്നർത്ഥമില്ല. തീർച്ചയായിട്ടും എല്ലാ സുവിശേഷകരെയും ദൈവം ഈ ആളുകളുടെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ പ്രധാന ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ ഉപദേഷ്ടാവിന്റെ ശുശ്രൂഷയാണ്. അതാണ് എന്റെ കൃപാവരം എന്ന് പറയുന്നത്. അപ്പൊ ഈ സഭയില് ആത്മാവ് നൽകുന്ന പല കൃപാവരങ്ങൾ അസംബിൾ ചെയ്ത് ഒരു ശരീരമായിട്ട് രൂപാന്തരപ്പെടുമ്പോഴാണ് ആ സഭ പവർഫുൾ ആയിട്ട് മാറുന്നത്.
അപ്പൊ നമ്മൾ എപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സഭയില് കൃപാവരങ്ങളുള്ള ആൾക്കാരെ വെളിയിലോട്ട് വരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആത്മാവിന്റെ കൃപാവരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക, ശുശ്രൂഷകർക്ക് വേണ്ടി എപ്പോഴും കാത്തിരിക്കുക. ഇപ്പോഴും നമ്മുടെ ഇടയിൽ ശുശ്രൂഷകർ ആരൊക്കെയോ ഇനിയും വരാനുണ്ട്. എത്ര പേര് വരാനുണ്ട്? ഇവിടെ ഇരിക്കുന്ന വലിയൊരു പങ്ക് ആളുകൾ ശുശ്രൂഷകരായിരിക്കും. ആത്മാവ് ആ ശുശ്രൂഷയെ സഭയിൽ വെളിപ്പെടുത്തി അവരെ മുമ്പോട്ട് കൊണ്ടുവരണം. നാളെ അവരായിരിക്കും ലീഡേഴ്സ്. ആരാണോ ക്രിസ്തുവിന്റെ പിന്നാലെ നടക്കുന്നത് അവരായിരിക്കും ലീഡേഴ്സ്. അപ്പോൾ ആത്മാവ് എങ്ങനെയാണ് സഭകളെ നടത്തേണ്ടത്? ആത്മാവ് നടത്തുന്നത് മാനുഷികമായ പാറ്റേണിലല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വ്യത്യാസം. ഒരു മനുഷ്യന്റെ പാറ്റേണിലല്ല ദൈവത്തിന്റെ സഭ നടക്കുന്നത്. ഇന്ന് പല ആളുകളും പറയാറുണ്ട്, ഞങ്ങളുടെ സഭയിൽ ആത്മാവിന്റെ ഭയങ്കര വ്യാപാരം. പക്ഷെ ഒരൊറ്റ വ്യക്തിയായിരിക്കും ആ സഭയെ നിയന്ത്രിക്കുന്നത്. അയാളുടെ ഇഷ്ടങ്ങളായിരിക്കും. അത് ആത്മാവല്ല, ആ വ്യക്തിയുടെ നിയന്ത്രണത്തിലാണ് ആ സഭ പോകുന്നത്. ആത്മാവ് എന്താ ചെയ്യുന്നത്? കൊരിന്ത്യലേഖനത്തിൽ പറയുന്നു, നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ ഓരോ അവയവങ്ങളാകുമാറ് സ്നാനപ്പെട്ടിരിക്കുന്നു. അങ്ങനെയല്ലേ? അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്നാനം നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൃപാവരങ്ങളുള്ള ഓരോ അവയവങ്ങളായി രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാ കൃപാവരങ്ങളും ഒരു മനുഷ്യനിലേക്ക് കേന്ദ്രീകരിക്കുന്നത് ആത്മാവല്ല, മനുഷ്യൻ തന്നെയാണ്. ഓക്കെ. അപ്പം ഒരു സിംഗിൾ പാസ്റ്റർ, ഞാൻ ഭയങ്കര പവറുള്ള ഒരു പാസ്റ്റർ ആണെങ്കിൽ ഇവിടെയുള്ള മൂപ്പന്മാരും ഇവിടെയുള്ള ഡീക്കന്മാരും ഇവിടെയുള്ള സകല ആൾക്കാർ എന്നെ ശുശ്രൂഷിക്കുന്നവരായിരിക്കും. എന്റെ പിന്നാലായിരിക്കും. ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ അത് മനുഷ്യനാണ്. എന്നാൽ ഒരു 5, 6, 7 ശുശ്രൂഷകരെ ദൈവം അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് കൃപാവരങ്ങളെ നൽകി ദൈവം തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത് ശുശ്രൂഷകരാക്കി കഴിയുമ്പോൾ ഇവരെല്ലാവരും പരസ്പരം ശുശ്രൂഷിക്കുന്നവരും പരസ്പരം ബഹുമാനിക്കുന്നവരും ആയിരിക്കുമ്പോൾ ഇവർ തമ്മിൽ ഐക്യവും സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ അതിനർത്ഥം ഇതാര് വരുത്തിയതായിരിക്കുള്ളൂ? ദൈവാത്മാവ് വരുത്തിയെങ്കിൽ അത് വരുള്ളൂ, അല്ലെ? ഇപ്പൊ ഇവിടെയുള്ള മൂപ്പന്മാർക്കെല്ലാം തമ്മിലൊരു സ്നേഹവും സമാധാനവും പരസ്പരം മനസ്സിലാക്കാൻ പിണക്കമില്ലാതെ കർത്താവിന് ഒരൊറ്റ ആത്മാവിനാൽ സ്തുതിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അതിനർത്ഥം. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും പിണക്കം ഉണ്ടായിട്ടില്ല. അതിന്റെ കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരേ ആത്മാവിൽ ഉള്ളവരാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഒരു സഭയിൽ പരിപാലനം, പഠിപ്പിക്കൽ, സുവിശേഷീകരണം, ഇതെല്ലാം വിവിധ അവയവങ്ങളിലൂടെ കൃപാവരങ്ങൾ അനുസരിച്ച് നടക്കുമെന്നുള്ളതും ഒരാളും വേറൊരാളെ നിയന്ത്രിക്കേണ്ടി വരികയില്ല എന്നുള്ളതുമാണ്. അപ്പൊ ഒരാളെ നിയന്ത്രിക്കാനില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അതാണ് ആത്മാവിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. എന്തിനാണ് നമുക്ക് ദൈവത്തിന്റെ ആത്മാവ്? ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിന്റെ ആ പൂർണ്ണ പുരുഷത്വത്തിലേക്ക് നയിക്കാൻ ശക്തനായ ദൈവത്തിന്റെ ആത്മാവാണ്. അതേസമയത്ത് സഭയ്ക്ക് മൂപ്പന്മാരുണ്ട്. മൂപ്പന്മാരെ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ കണ്ടാൽ ചിലപ്പോൾ അവർ സ്നേഹമായിട്ട് ഒന്ന് പറഞ്ഞെന്ന് വരും. അതൊക്കെ സംഭവിക്കും. ആ ഡിസിപ്ലിനിങ് തീർച്ചയായിട്ടും സഭയ്ക്കുണ്ട്. പക്ഷേ ആരുടെയും അടിമത്തത്തിലല്ല. നമ്മളെല്ലാം ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. നമുക്ക് വിശ്വാസം പ്രാക്ടീസ് ചെയ്യാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ സഭയില് ഓഫർ ട്രീ ടൈത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ പുറകിൽ ഒരു ബോക്സ് ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ഇടാം. ഇട്ടില്ലെങ്കിലും ആരും അറിയാൻ പോകുന്നില്ല, ഇട്ടാലും ആരും അറിയാൻ പോകുന്നില്ല. ഇടങ്കൈ ചെയ്യുന്ന വലങ്കൈ അറിയാതിരിക്കുന്നതാണ് നല്ലത്. അവിടെ പൈസ ഇട്ടെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകമായി യാതൊരു ബ്ലെസ്സിങ്സും വരാൻ പോകുന്നില്ല. കാരണം ക്രിസ്തു യേശുവിൽ നമ്മൾ ഓൾറെഡി സ്വർഗത്തിൽ എല്ലാ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ 10 രൂപ നക്കാപ്പിച്ച മേടിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരാളല്ല നമ്മുടെ സ്വർഗത്തിൽ ഇരിക്കുന്ന സകലത്തിന്റെ ഉടയവനായ കർത്താവ്. അവൻ ഇങ്ങോട്ട് വരുന്നവനാണ്. അവൻ അങ്ങോട്ട് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ലാത്തവനാണ്. ഓക്കെ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സഭയിൽ ഉണ്ടാകേണ്ട ശുശ്രൂഷകൾ, യൗവനക്കാരായാലും മുതിർന്നവരായാലും ഇനിയും അനേകം ശുശ്രൂഷകർ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. നമുക്ക് പല സ്ഥലങ്ങളിൽ സഭകൾ ഉണ്ടാകണം. ഇതെല്ലാം ചേസ് ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരിലേക്ക് വരരുത്. ഇതെല്ലാം കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന ആളുകളിലൂടെ, വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളിലൂടെ അത് വളർന്ന് പെരുകുവാൻ ഇടയാകണം. ഇന്ന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, ഇന്ന് നമ്മളൊരു പാട്ട് പാടിയപ്പോൾ ഒരു പാട്ട് ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തിയായിരുന്നു. അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരണമെന്ന് ആഗ്രഹിക്കുന്നു. ആ പാട്ട് ഇതായിരുന്നു: ദൈവപിതാവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അല്ലെ? നമ്മളെല്ലാം വളരെ സന്തോഷത്തോടെ പാടുന്ന ഒരു പാട്ടാണത്. ഭയങ്കര നല്ല ട്യൂണാണ്. ആരാധിക്കുമ്പോൾ ഭയങ്കര നിർവൃതി ഉണ്ടാക്കുന്ന ട്യൂണാണ്. എന്താ? പക്ഷെ അതിനകത്തൊരു പ്രോബ്ലം ഉണ്ട്.
രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലമാണ് അതിനകത്തുള്ളത്. ഒന്ന്, പാവനാത്മാവെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാണെങ്കിലും ഇപ്പോൾ ശുശ്രൂഷ റോളിൽ ഇരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ആരാധന സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാരോ ശിഷ്യന്മാരോ ആരും പരിശുദ്ധാത്മാവിനെ വണങ്ങുന്നില്ല. മനസ്സിലായോ? എന്തുകൊണ്ടാണ് വണങ്ങാത്തത്? പരിശുദ്ധാത്മാവ് ദൈവം അല്ലാത്തതുകൊണ്ടല്ല, ദൈവമാണ്. പക്ഷെ ഇപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പരിശുദ്ധാത്മാവെ നിന്നെ ആരാധിക്കുന്നു പറയുമ്പോൾ ആരാ എന്റെ ഉള്ളിൽ ഇരുന്ന് പറയുന്നേ? പരിശുദ്ധാത്മാവ് തന്നെ. പരിശുദ്ധാത്മാവ് തന്നെ പരിശുദ്ധാത്മാവിനെ വണങ്ങുമോ അതോ ക്രിസ്തുവിനെ ഉയർത്തുമോ? ക്രിസ്തുവിനെ ഉയർത്തുള്ളൂ. അതാണ് ഒരു പ്രോബ്ലം. അത് ചെറിയൊരു പ്രോബ്ലം ആയിട്ട് വിചാരിക്കാം. എന്നാൽ അതിനേക്കാളും വലിയൊരു പ്രോബ്ലം അതിനകത്തുണ്ട്. ദൈവപിതാവെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. അടുത്തത് യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അല്ലെ, സ്തുതിക്കുന്നു. മൂന്നാമത് പാവനാത്മാവെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ആദ്യത്തെ സ്തോത്രത്തിനകത്ത് തന്നെ നമ്മൾ ദൈവപിതാവെ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ത്രിയേക ദൈവത്തെ മുഴുവനും ആ സ്തുതിക്കുന്നത്. ഈ ത്രിയേക ദൈവത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത് സ്തുതിക്കാൻ പാടില്ല. അങ്ങനെ സ്തുതിക്കുമ്പോൾ മൂന്ന് സെപ്പറേറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്ന പോലെ അതായി മാറും. അതുകൊണ്ട് പഴയകാലത്തെ പാട്ടുകളിലൊന്നും ഇങ്ങനെ സെപ്പറേറ്റ് ഇൻവോക്കേഷൻ ഇല്ല. ഇങ്ങനെ പറയാം, ത്രിയേക ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തെ. അങ്ങനെ പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മൂന്ന് ദൈവങ്ങളെ അല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തെ. അപ്പം ആ യൂണിറ്റി ഓഫ് ഗോഡിനെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു വർഷിപ്പാണ് ആ പാട്ടിലുള്ളത്. അത് സാധാരണ കത്തോലിക്കലാണ് ഇങ്ങനത്തെ പാട്ടുകൾ എഴുതുന്നത്. പണ്ട് അവരങ്ങനെ ഒരു പാട്ട് എഴുതിയായിരുന്നു, ഓർമ്മയുണ്ട്? അങ്ങനെ ഒരു പാട്ട്, പണ്ടത്തെ ഒരു പാട്ടുണ്ട്. എന്താ? ദൈവ ഞാൻ ആരാധിക്കുന്നു. അത് കത്തോലിക്കന്റെ ഒരു പരിപാടിയായത്. അവർക്ക് പിന്നെ എത്ര ദൈവങ്ങളുണ്ടെങ്കിലും എത്ര പേര് ആരാധിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ദൈവം ഏകനാണെന്നൊരു റെവലേഷൻ ഉണ്ട്. ആ ഏകനാണെന്നുള്ള വെളിപ്പാടിന്റെ കൂടെയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഏക ദൈവത്തെ വണങ്ങുമ്പോൾ നമ്മൾ മൂന്നായിട്ട് വണങ്ങേണ്ട കാര്യമില്ല. അതൊരു തിയോളജിക്കൽ പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് അത് അവിടെ വെച്ച് നിർത്തിയത്. നമുക്ക് ആ പാട്ട് ഇനി ആവർത്തിക്കേണ്ടതില്ല സഭയിൽ. ഓക്കെ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, പുതുതായിട്ട് വന്നവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മുടെ പ്രത്യാശയെ കുറിച്ചാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ഈ ചർച്ചിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് വിശുദ്ധീകരണത്തെ കുറിച്ചാണ്. എന്നാൽ ഞാൻ പൊതുവെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രത്യാശയെ സംബന്ധിക്കുന്നതാണ്. ഈ പ്രത്യാശയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ പ്രത്യാശ നമ്മളിൽ നിലനിൽക്കുന്നത്? നിലനിൽക്കുന്ന ഒരു പ്രത്യാശ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? സാധാരണഗതിയിൽ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തുന്നത് നമ്മളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ്. പിന്നെയും ഞാൻ ശരിയായില്ലല്ലോ ഇങ്ങനൊരു ദുർമനസാക്ഷി നമ്മുടെ ഇടയിൽ വരുമ്പോൾ പതുക്കെ നമ്മുടെ പ്രത്യാശയിൽ ഒരു സംശയം ഉണ്ടാവും. ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ പമ്പരം കറങ്ങുന്ന കണ്ടിട്ടുണ്ടോ? പമ്പരം ഇങ്ങനെ കറക്കി വിട്ട് കഴിഞ്ഞാൽ ആദ്യം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കറങ്ങിയിട്ട് പിന്നെ എന്ത് സംഭവിക്കും? അത് കറങ്ങുന്ന സർക്കിൾ കുറഞ്ഞു വരും, അല്ലെ? കുറഞ്ഞു വരുമോ? എന്നാൽ അതിന്റെ മൊമെന്റം പോകുന്ന അനുസരിച്ച് ഇത് അവസാനം ചെറിയൊരു സർക്കിളിൽ കറങ്ങിയിട്ട് അങ്ങ് നിൽക്കും, അല്ലെ? അങ്ങനെയല്ലേ? ആണോ? ഓക്കെ, ആയിക്കോട്ടെ. അതുപോലെ ഈ പ്രത്യാശ നമുക്ക് ആദ്യം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുമെങ്കിലും പതുക്കെ നമ്മുടെ സ്വഭാവത്തിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്ര വിശദീകരണം കാണാതെ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നമ്മുടെ പ്രത്യാശ കുറച്ച് കുറയും. ഞാൻ പോകുമോ ഇല്ലയോ എന്നൊരു സംശയം നമുക്ക് പതുക്കെ ഉണ്ടാവും. ആ പ്രത്യാശ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഓട്ടം, വിശദീകരണം എല്ലാം പിന്നെയും കുറയും. അപ്പൊ പിന്നെ പ്രത്യാശ പിന്നെയും കുറയും. അപ്പൊ പിന്നെ ഓട്ടം പിന്നെയും കുറയും. ഇങ്ങനെ കുറഞ്ഞ് ഒന്നും മറ്റൊന്നിനെ തള്ളി ഇത് രണ്ടും ഇല്ലാതായി പോകും. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഇതൊരു സൈക്ലിക് എഫക്റ്റ്. അതായത് പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് നോക്കി രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കർത്താവിന്റെ പ്രത്യാശ നമുക്ക് ഉറപ്പിക്കപ്പെട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് വിശുദ്ധരാകാൻ പറ്റുള്ളൂ. കാരണം ഈ ലോകത്തെ വേണ്ടാന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ സ്വർഗത്തിന്റെ ഉറപ്പ് വേണം. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, 3, 4, 5 വാക്യങ്ങൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? തന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും
നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് നൽകിയിരിക്കുന്നുവല്ലോ, ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്നു. ഇവയാൽ നാം ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നു. അപ്പൊ ശരിക്കും ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളാണെങ്കിൽ എന്ത് വേണം? വാഗ്ദത്തങ്ങൾ വേണം, അല്ലെ? ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉറപ്പില്ലെങ്കിൽ നമുക്ക് ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിയും ആകാൻ പറ്റില്ല. അവനിൽ ഈ പ്രത്യാശയുള്ളവർക്ക് മാത്രമേ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ പ്രത്യാശയിൽ മങ്ങൽ വന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വിശുദ്ധീകരണത്തിൽ മങ്ങൽ വരും. അപ്പൊ വിശുദ്ധീകരണത്തിൽ മങ്ങൽ വരുമ്പോൾ പ്രത്യാശയ്ക്ക് എന്ത് സംഭവിക്കും? പ്രത്യാശ മങ്ങും. അപ്പൊ പിന്നെയും വിശുദ്ധീകരണം കുറയും, പിന്നെയും പ്രത്യാശ കുറയും, താഴോട്ട് പോകുള്ളൂ. ഈ ഡിപ്രഷൻ ഇങ്ങനെയാ വരുന്നത്. ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗത്തിന്റെ പ്രത്യേകത അതാണ്. ഓരോ കാരണങ്ങൾ വരുന്നതോറും ഡിപ്രഷൻ കൂടും. ഡിപ്രഷൻ കൂടുന്നതനുസരിച്ച് ബാഡ് തോട്ട്സ് കൂടും. ബാഡ് തോട്ട്സ് കൂടുന്നതനുസരിച്ച് പിന്നെ ഡിപ്രഷൻ. അതുപോലെ തന്നെ ഇത് പരസ്പരം കണക്റ്റഡ് ആയിട്ട് നമ്മുടെ സർക്കംസ്റ്റാൻസസും നമ്മളിലൂടെ പോകുന്ന കെമിക്കൽ ഇതെല്ലാം ചേർന്നിട്ട് ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഡിപ്രഷൻ കൂടി അപ്പൊ പിന്നെയും പ്രോബ്ലം വലുതാവും, പിന്നെയും ഡിപ്രഷൻ കൂടും. അതുപോലെ തന്നെ ഈ പ്രത്യാശ കുറയുമ്പോൾ വിശദീകരണം കുറയുമ്പോൾ പിന്നെയും പ്രത്യാശ കുറയുമ്പോൾ പിന്നെയും വിശദീകരണം കുറയും, വിശദീകരണം കഴിയുമ്പോൾ പിന്നെയും പ്രത്യാശ കുറഞ്ഞ് അവസാനം ഇത് കറങ്ങി ഒന്നും ഇല്ലാതായിത്തീരും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായ ആശയം എന്താന്ന്? അപ്പൊ ഇത് മൊമെന്റം പോകുന്ന ഒരു 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 പമ്പരം പോലെയാണ് ഇന്ന് വിശ്വാസികളുടെ ജീവിതം. കുറെ കഴിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൊടുക്കും. ഞാൻ അനേക സഭകൾക്ക് സംഭവിച്ചു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവ് എന്താ നമുക്ക് തന്നിരിക്കുന്നത്? എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം? അതെങ്ങനെ രക്ഷപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യാശയെ ദൈവം നമ്മുടെ ജീവിതവുമായിട്ടോ നമ്മുടെ ഓട്ടവുമായിട്ടോ കണക്ട് ചെയ്തിട്ടില്ല. ഇവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അങ്ങനെ കണക്ട് ചെയ്തായിരുന്നെങ്കിൽ നമ്മുടെ പ്രത്യാശ കുറഞ്ഞു വരുമായിരുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? നമ്മുടെ പ്രത്യാശയെ വേറൊരു സ്ഥലത്താണ് ഹുക്ക് ചെയ്തിരിക്കുന്നത്. അതെവിടാ? അത് നമ്മളിലല്ല, നമ്മുടെ ഏതെങ്കിലും സ്വഭാവത്തിലുമല്ല, നമ്മുടെ മിടുക്കിലല്ല, നമ്മുടെ വിശുദ്ധിയിലല്ല, ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിലാണ് അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രത്യാശയുടെ നങ്കൂരം എവിടാ കർത്താവ് ഉറപ്പിച്ചത്? ക്രിസ്തുവിൽ ഉറപ്പിച്ചത്. അപ്പൊ എപ്പോഴും നമ്മൾ സ്ലിപ്പ് ആവുമ്പോഴും നമുക്ക് ഒരു കാര്യം അറിയാം, അവൻ എനിക്ക് വേണ്ടി പിതാവിന്റെ അടുത്തുണ്ട്. ഞാൻ സ്ലിപ്പ് ആവുമ്പോൾ ഞാൻ വീണു പോകാതെ നശിക്കാതെ ഇരിക്കുന്നതിന്റെ കാരണം എന്താ? ഈ മഹാപുരോഹിതൻ അവിടെ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു, ഞാൻ നശിച്ചു പോകാൻ അവൻ സമ്മതിക്കില്ല. അപ്പൊ എന്റെ പ്രത്യാശ ഹുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്റെ സ്വഭാവത്തിന്മേലല്ല, പിന്നെ എവിടെയാണ്? ദൈവം എനിക്ക് തന്ന വാഗ്ദത്തങ്ങളിന്മേലാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു പ്രത്യാശ എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധിപ്പിച്ചെന്ന് ജോൺസൺ ബ്രദർ പറഞ്ഞത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു വ്യാഖ്യാനം ജോൺസൺ ബ്രദർ ഈ എബ്രായ ലേഖനം 10:28 വാക്യത്തെ കുറിച്ച് പറഞ്ഞു. ഈ പ്രത്യാശയുടെ ഹുക്ക്, അതായത് പ്രത്യാശയുടെ ആങ്കർ, സ്വീകാരം മുറുകെ പിടിക്കുന്നതിനെ കുറിച്ചാണ് ഈ എബ്രായ ലേഖനം 10-ാം അധ്യായം നമ്മളോട് പറയുന്നത്. ഈ 10-ാം അധ്യായത്തില് 22-ാം വാക്യം വായിക്കാം. 19 മുതൽ വായിച്ചു. ആരെങ്കിലും 19 മുതൽ പെട്ടെന്ന് വായിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് ദുർമനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? നീ ശരിയല്ലടാ, നിന്നെ ദൈവത്തിന് വേണ്ട, ഇതിങ്ങനെ ഈ മനസാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കും. അത് കറങ്ങി നമ്മൾ സീറോയിലാകാതിരിക്കാൻ വേണ്ടി ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം
മുറുകെ പിടിച്ചുകൊള്ളുക. അടുത്ത വാക്യം, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഓക്കെ, മതി. ഇനി താഴോട്ട് 26-ാം വാക്യം വായിച്ചേ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ എതിരാളികളെ ദഹിപ്പിക്കാനുള്ള കോപാഗ്നിയുണ്ട്. അപ്പം ഇവിടെ ഒരു വലിയ വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുക. നമ്മൾ എവിടെ പ്രവേശിച്ചിരിക്കുക? കർത്താവിന്റെ സന്നിധിയിലേക്ക് വിശ്വാസത്താൽ പ്രവേശിച്ചിരിക്കുക. നമ്മൾ നമ്മുടെ പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചു കൊള്ളുക. എന്നിട്ട് അടുത്ത പറയാണ്, ഇനി ആരെങ്കിലും പാപം ചെയ്തുകൊണ്ടിരുന്നാൽ, ഇവിടെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഫോർ ഇഫ് വി ഗോ ഓൺ സിന്നിങ് ഡെലിബറേറ്റ്ലി, നമ്മൾ മനഃപൂർവ്വമായി പാപം ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം വേറൊരു യാഗവും നമുക്ക് അവശേഷിക്കുന്നില്ല. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്? ഈ സത്യത്തിന്റെ പരിജ്ഞാന ശേഷം പാപം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല? രക്ഷപ്പെടാൻ പറ്റുന്നില്ല? പരിജ്ഞാനത്തിന് വായിച്ചത്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വമായി പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാത്തത് കൊണ്ട് അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോ രക്ഷിക്കപ്പെട്ട ശേഷം സത്യത്തിന്റെ പരിജ്ഞാനത്തിന് ലഭിച്ച ശേഷം പാപം ചെയ്യാത്തവരെല്ലാം ഒന്ന് കൈവക്കിക്കും. പാപം ചെയ്യാത്തവര് ആരുമില്ല. അപ്പൊ നമ്മളെല്ലാം ഈ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആകെ ഒരു യാഗം ഉണ്ടായിരുന്നുള്ളൂ. ആ യാഗത്തിൽ നമുക്ക് പാപമോചനം ലഭിച്ചതാ. പിന്നെ നമ്മൾ പാപം ചെയ്ത് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഇനി ആര് മാത്രമേ ബാക്കിയുള്ളൂ? ദൈവത്തിന്റെ ഇനി നമ്മൾ ആലോചിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? എബ്രായ ലേഖനം തുടങ്ങുമ്പോൾ തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങൾ കേട്ട വചനം ശ്രദ്ധിച്ച് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം, അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ പ്രത്യാശ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് എബ്രായ ലേഖനം എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വ്യവസ്ഥകളെ കുറിച്ചാണ്. ഒന്ന് എബ്രായരുടെ വ്യവസ്ഥ, അത് യഹൂദന്മാരുടെ വ്യവസ്ഥ. യഹൂദന്മാരുടെ വ്യവസ്ഥയിൽ എന്താ സംഭവിക്കുന്നത്? ഈ 10ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, യാഗങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അതാണ് യഹൂദന്മാരുടെ വ്യവസ്ഥയുടെ പ്രത്യേകത, അല്ലെ? യാഗങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. അപ്പൊ ഒന്നിനാലും ശുദ്ധീകരണം വന്നായിട്ട് അവർക്ക് അറിയത്തില്ല. ഇപ്പൊ വീണ്ടും വീണ്ടും യാഗങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏത് മതത്തിലായാലും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. എന്തിനാ എബ്രായ ലേഖന കർത്താവ് ഇത് പറഞ്ഞേക്കുന്നത്? എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത് രക്ഷ എവിടെ മാത്രമേ ഉള്ളൂ? ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾ നേരെ പിതാവിന്റെ അടുത്തേക്കാണ് പോയി നിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യാശ നിലനിൽക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. എന്നാൽ നിങ്ങൾ ഈ സമയത്ത് ഇവിടെ നിന്ന് എങ്ങോട്ട് പോയാൽ ഈ പാപം എന്ത് പാപമോ? പഴയ വ്യവസ്ഥയിലേക്ക് പോയാൽ, ഏതാ? യഹൂദ വ്യവസ്ഥയിലേക്ക് പോയാൽ അവിടെ എന്താ അവശേഷിക്കുന്നേ? അവിടെ ദഹിപ്പിക്കുന്ന ഒരു ക്രോധാഗ്നി മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. കാരണം അവിടെ വീണ്ടെടുപ്പില്ല, വീണ്ടെടുപ്പിന്റെ യാഗം അവിടെ അർപ്പിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ വന്നപ്പോ അതെല്ലാം ഉണ്ടായിരുന്നു. ഈ പാപം എന്ത് പാപമാ? ഇവര് തിരിച്ച് എബ്രായ വിശ്വാസത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്തില്ല? പരിഹാരമില്ല. ഉദാഹരണത്തിന് ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് വന്ന ആളാണ് ഞാൻ. ഓർത്തഡോക്സ് ചർച്ചിൽ ആവർത്തിക്കപ്പെടുന്ന യാഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടാണ് കർത്താവിന്റെ ഏകയാഗത്താൽ വിശദീകരിക്കപ്പെടുന്ന ഫെയ്ത്തിലേക്ക് ഞാൻ വന്നത്. എന്നിട്ട് തിരിച്ച് ഞാൻ ഓർത്തഡോക്സ് ചർച്ചിലോട്ട് പോയാൽ ഞാൻ എന്താ പറയുന്നത്? യേശുവിന്റെ ഏകയാഗം കൊണ്ട് എനിക്ക് പ്രയോജനമില്ല, അല്ലെ? അവന്റെ രക്തം എന്നെ ശുദ്ധമാക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും വീണ്ടും എനിക്ക് ഈ കുർബാന എടുക്കാൻ പോകേണ്ടി വരുമായിരുന്നോ? മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഏകയാഗത്തിലുള്ള എന്റെ വിശ്വാസം കളഞ്ഞിട്ട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന സിസ്റ്റത്തിലോട്ട് പോയാൽ എനിക്ക് എന്ത് സംഭവിക്കും? ഞാൻ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കും, അല്ലെ? പിന്നെ ക്രിസ്തു എന്നെ രക്ഷിച്ചു എന്നുള്ള രക്തത്തെ ഞാൻ പോരാ മലിനമെന്ന് എണ്ണും, അല്ലെ? ദൈവപുത്രനെ ഞാൻ നിന്ദിക്കും. എന്തുകൊണ്ട് നിന്ദിക്കും? കാരണം അവൻ എന്റെ ഏകരക്ഷകനായിരിക്കില്ല. അതിൻ്റെ കൂടെ കുറെ കർമ്മങ്ങളും കുറെ പ്രവർത്തനങ്ങളും ആഡ് ചെയ്തിട്ടാണ് ഞാൻ രക്ഷയെക്കുറിച്ച് പറയുന്നത്. അവിടെ കർത്താവിന്റെ പ്രസാദം ഇല്ല. എവിടെ ഇല്ല? ഈ പുത്രനെ നിഷേധിക്കുന്നിടത്ത്. അതുകൊണ്ടാണ്
തിരിച്ച് മടങ്ങിപ്പോകുന്നതിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് എന്തില്ല? വീണ്ടെടുക്കപ്പെടാനുള്ള യാതൊരു യാഗവും അവിടെ അവശേഷിക്കുന്നില്ല. എവിടെ അവശേഷിക്കുന്നില്ല? നിങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് അവിടെ. പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ എങ്ങോട്ടാ പോകുന്നേ? പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇവിടെ നിന്ന് ഇവർ നിൽക്കുന്നിടത്തു നിന്ന് അവര് പഴയതിലേക്ക് പോയിന്ന് അതിന്റെ അർത്ഥം അല്ലെ? അപ്പൊ പഴയതിലേക്ക് പോയാൽ അവിടെ എന്തേ ഉള്ളൂ? എതിരികളെ ദഹിപ്പിക്കുന്ന. കാരണം അവർ ദൈവത്തിന് എതിരായിട്ട് നിൽക്കുവോ? ആര്? ഇസ്രായേൽ ജനം മുഴുവൻ ദൈവത്തിന് എതിരായിട്ട് നിൽക്കുക. അപ്പൊ അവരുടെ നടുവിലേക്ക് നമ്മൾ അവരിൽ ഒരാളായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ എന്താ ഉള്ളത്? ഈ ദഹിപ്പിക്കുന്ന. അപ്പൊ രക്ഷപ്പെടണമെങ്കിൽ എങ്ങോട്ട് തന്നെ വരേണ്ടി വരും. അപ്പൊ പിന്നെ പോകാതിരിക്കുന്നതല്ലേ നല്ലത്, അല്ലെ? ഇത് ഇങ്ങനെ തന്നെയാണോ ഇത് വ്യാഖ്യാനിക്കേണ്ടത് എന്നൊരു പക്ഷെ നമുക്ക് സംശയം തോന്നാം. പക്ഷെ എബ്രായ ലേഖനം 10:1 മുതൽ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, തൻ ഏക യാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. പാപം എന്ന പ്രശ്നം, ആ കടച്ചീട്ട് കർത്താവ് കാൽവരി ക്രൂശിൽ കീറിക്കളഞ്ഞിരിക്കുന്നു. അത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. We are set free by that one single sacrifice, and that sacrifice has set us free. അപ്പൊ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന യാഗത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന യാഗത്തിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നത് ആയിട്ടില്ല, യേശുവിന്റെ രക്തം പോരാ, അല്ലെ, കൃപയൊന്നും അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ വ്യവസ്ഥയിലേക്ക് പോവുകയാണ്. ആ പഴയ വ്യവസ്ഥ ഓൾറെഡി ന്യായവിധിയുടെ കീഴിലാണ്. മനസ്സിലായോ? ഇത് മനസ്സിലാണെങ്കിൽ 10-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കണം. എന്താ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകണം. 2 തരം വ്യവസ്ഥകളെ കുറിച്ചാണ്. ആവർത്തിക്കപ്പെടുന്ന യാഗവും ഒരിക്കലായി കഴിച്ച യാഗവും. ഒരിക്കലായി കഴിച്ച യാഗത്തിനകത്ത് എന്തുണ്ട്? നമുക്ക് ക്രിസ്തുവിലൂടെ പിതാവിന്റെ അടുത്ത് ഏത് സമയത്തും ചെല്ലാനുള്ള പ്രവേശനമുണ്ട്. എന്നാൽ മറുവശത്ത് എതിരികളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് വിട്ടിട്ട് അങ്ങോട്ട് പോയാൽ നിങ്ങൾ പാപം ചെയ്ത് എന്ത് പാപം ചെയ്യുന്നത്? കൃപയുടെ ആത്മാവിനെ നിന്ദിച്ച് ക്രിസ്തുവിനെ ചവിട്ടിക്കളഞ്ഞ്, അല്ലെ, മലിനം എന്ന രക്തത്തെ എണ്ണിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ പഴയ വ്യവസ്ഥയിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്നവർക്ക് അവിടെ എന്തേ അവശേഷിക്കുന്നുള്ളൂ? കാരണം അവിടെ യാഗമില്ല. അതാ പറഞ്ഞു വരുന്നേ. 10-ാം അധ്യായത്തിൽ പറഞ്ഞു വരുന്നത് എന്താ? അവിടെ മനുഷ്യരെ രക്ഷിക്കാനുള്ള ഒരു യാഗം അവശേഷിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് അപ്പോസ്റ്റസിക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് മാത്രമല്ല, നമ്മുടെ ഇടയിലും ജോൺസൺ ബ്രദർ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര സന്തോഷം, അത്ഭുതം തോന്നി. ജോൺസൺ ബ്രദർ പറഞ്ഞപ്പോൾ റെക്കോർഡ് ചെയ്തില്ലോ എന്നൊരു വിഷമം എനിക്ക് അതിന്റെ കൂടെ ഉണ്ടായി. അദ്ദേഹം പറഞ്ഞത് കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. നമ്മളെ വിശുദ്ധീകരിക്കുന്ന ആരാ? ആത്മാവാ, അല്ലെ? നമുക്ക് യേശുവിന്റെ സ്വഭാവം തരുന്ന ആരാ? ആത്മാവ്, അല്ലെ? അങ്ങനെയല്ല നമ്മൾ പഠിക്കുന്നത്. 1 പത്രോസ് 1:2 പറയുന്നു, ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ. അപ്പൊ നമ്മുടെ വിശുദ്ധീകരണം ആര് തരുന്നതാ? ആത്മാവ് നമുക്ക് തരുന്ന ക്രിസ്തുവിന്റെ സ്വഭാവമാണ് നമ്മുടെ വിശുദ്ധീകരണം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ വിശുദ്ധരാകാന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ശരിക്കും പറയുന്നത്? കൃപയുടെ ആത്മാവിനാലല്ല, നമ്മുടെ പ്രവൃത്തികളാലാന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ പഴയ യഹൂദ മതത്തിലേക്ക് നിങ്ങൾ പോകുന്നില്ലായിരിക്കാം, പക്ഷെ ആ മതത്തിന്റെ അതേ തത്വങ്ങളിലേക്കും ന്യായപ്രമാണത്തിലുള്ള നീതീകരണത്തിലേക്കുമാണ് നമ്മൾ എത്തി നോക്കുന്നത്. കൃപയാൽ ന്യായപ്രമാണത്താലാണെങ്കിൽ കൃപയാലല്ല. മനസ്സിലാകുന്നുണ്ടോ? കൃപയാലാണെങ്കിൽ നമ്മൾ കൃപയുടെ ആത്മാവിനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇനി ന്യായപ്രമാണത്താലാണെങ്കിലോ ഈ കൃപയുടെ ആത്മാവിനെ നമ്മൾ തള്ളിക്കളയുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ നങ്കൂരം എന്തിന്മേൽ ഉറച്ചിരിക്കുന്നത്? നമ്മുടെ പ്രവൃത്തികളിന്മേലല്ല, പിന്നെയോ അത് കൃപയുടെ ആത്മാവ് നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങളിന്മേലാണ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് ദൈവം ഒരിക്കലും അഴിച്ചു കളയാത്ത ഉന്നതമായ വാഗ്ദത്തങ്ങളാണ്. ഓക്കെ, അപ്പൊ രക്ഷയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മാനുഷികമല്ല. രക്ഷയുടെ ഫൗണ്ടേഷൻ ദൈവികമാണ്. നമ്മുടെ ഹൃദയത്തിൽ വർക്ക് ചെയ്യുന്നത്, യേശുവിനെ പോലെ നമ്മളെ രൂപപ്പെടുത്തുവാൻ നമ്മളിൽ വർക്ക് ചെയ്യുന്നത് ആരാ? അവന്റെ ആത്മാവ് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ കറങ്ങി വീഴുന്ന പമ്പരമല്ല നമ്മള്. പിന്നെയോ തിരശീലയ്ക്കപ്പുറത്ത് ആരും കാണാത്ത നിത്യമായ തേജസ്സിന്റെ സ്ഥലത്ത് യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യത്തിൽ കൊളുത്തിയിട്ടിരിക്കുന്ന ഒരു ബുക്കിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ആ പ്രത്യാശ ഒരിക്കലും അഴിഞ്ഞു പോകില്ല. അത് നങ്കൂരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയവുമായിട്ട് ആത്മാവുമായിട്ട് ദൈവം ഘടിപ്പിച്ചിരിക്കുകയാണ്.
മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ആത്മാവിന്റെ നങ്കൂരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് ഈ ആത്മാവ് എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ യാഗത്തിന്മേലും അവന്റെ പൗരോഹിത്യത്തിന്മേലും നമ്മുടെ ആത്മാവിനെ കണക്ട് ചെയ്തിട്ട് പറയുകയാണ്, നീ ഒരു നാളും നശിച്ചു പോവുകയില്ല. എത്ര അത്ഭുതകരമാണ്! ഇതിനെ വിട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മാനുഷികമായതിലേക്ക് തിരിയുന്നത്. ഇത് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നത് പോലും ഇല്ല. ഇന്ന് പെന്തക്കോസ്തിൽ മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നത് മാനുഷികമായ ഒരു വ്യവസ്ഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ശത്രു സാത്താനല്ല, മനുഷ്യനാണ്. സാത്താനൊന്നും ദൈവത്തിന്റെ ശത്രുവൊന്നുമല്ല. ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ അവൻ പോകും. വാട എവിടെയെന്ന് പറഞ്ഞാൽ വരുന്ന വിറയ്ക്കുന്ന ഒരു സൃഷ്ടിയാണ് സാത്താൻ. പക്ഷെ ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. ദൈവത്തോട് നമ്മൾ മാത്രമേ പറയുന്നുള്ളൂ എനിക്കിപ്പോ പറ്റത്തില്ല. വേറെ ആരും പറയല, ഒരു സൃഷ്ടിയും പറയല. കാറ്റും കടലും കരയും ദൈവത്തെ അനുസരിക്കും, പട്ടിയും പൂച്ചയും ഉൾപ്പെടെ സകല സൃഷ്ടികളും ദൈവത്തെ അനുസരിക്കും. എന്നാൽ വാ എന്റെ മുമ്പിലേക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ പറ്റത്തില്ല എന്ന് പറയാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. അവനാണ് ദൈവത്തിനെതിരെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്നത്. മനുഷ്യൻ കേന്ദ്രീകൃതമായ, മനുഷ്യൻ സെൻട്രൽ വരുന്ന, മനുഷ്യൻ ബഹുമാനിക്കപ്പെടുന്ന എല്ലാ വ്യവസ്ഥകളും ആ ബാബിലോണിലേക്കും ദൈവത്തിനെതിരായ ഒരു തത്വശാസ്ത്രത്തിലേക്കുമാണ് നമ്മളെ എത്തിക്കുന്നത്. മാനുഷികമായ നീതി നമ്മളെ വട്ടം കറക്കും, നമ്മളെ കൃപയെ നിന്ദിക്കുന്നവരാക്കി നമ്മളെ മാറ്റുമെന്ന് ഈ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ എബ്രായ ലേഖനത്തിൽ നമുക്ക് തരുന്നത് ശരിക്കും വാഗ്ദത്തങ്ങളാണ്. എന്താണ് വാഗ്ദത്തങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നത് ദൈവം നിങ്ങളെ മറന്നു കളയുകയില്ല. അതിന്റെ താഴോട്ട് എഴുതിയിരിക്കുന്നത് അത് വ്യക്തമായി 37 വാക്യത്തിൽ പറയുന്നുണ്ട്. 37 വാക്യം ഒന്ന് വായിച്ചു നോക്കി. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്നാൽ എന്റെ നീതിമാൻ എങ്ങനെ ജീവിക്കും? അതാ, അതിൽ നിന്ന് പിന്മാറിയാലോ? അപ്പൊ എന്തിൽ നിന്ന് പിന്മാറുന്ന കാര്യമാണ് പറയുന്നത്? നീതിമാൻ എങ്ങനെ ജീവിക്കണം? പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ. വിശ്വാസത്തിൽ നിന്ന് പ്രവൃത്തികൾ ഉണ്ടാകണം. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത്. അതിൽ നിന്ന് പിൻവാങ്ങി വേറൊരു ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തില്ല? ദൈവത്തിന്റെ പ്രസാദമില്ല. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും മാനുഷികമായതിലേക്ക് പിൻവാങ്ങാനുള്ള ഒരു പ്രലോഭനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് കേട്ട വചനം ശ്രദ്ധയോടെ കരുതിക്കോ, കാരണം മനുഷ്യ സ്വഭാവം ഉള്ളത് കൊണ്ട് ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് എബ്രായ ലേഖനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് മാനുഷികമായതിൽ നിന്ന് ക്രിസ്തുവിൻ്റെതിലേക്ക് കടക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.